ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുളി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീട്ടിലല്ല, അടുത്ത വീട്ടിൽ. അപ്പോൾ അത് വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നമുക്ക് ഒരു ദിവസമൊക്കെ കഴിച്ചു കൂട്ടാനുള്ള കറികൾ, വിവിധ തരം കറികൾ വയ്ക്കാറുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. അപ്പം നമ്മൾ പുളി കഴിഞ്ഞൊരു വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇതാ പാകത്തിനാണ്, ഇപ്പോൾ കറിക്ക് പാകത്തിന് നിൽക്കുവാണ്. ഇതാ കണ്ടോ, നമുക്ക് ഒരുപാടൊന്നും വേണ്ട, അച്ചാറൊക്കെ ഇടാൻ സൂപ്പറാണ്. അച്ചാറിടാനും ഒക്കെ സൂപ്പറാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്നാണെന്നറിയാമോ, ഇപ്പം ഈ വവ്വാല് കൊത്തും ഇതിനകത്ത്. അത് നോക്കണം കേട്ടോ, നോക്കിയിട്ട് എടുക്കാവുള്ളൂ. നാളെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, വവ്വാല് കടിച്ചിട്ട് ആരോ ഇരുമ്പമ്പുളി കഴിച്ച് മരിച്ചു എന്നൊക്കെയാണ്. വവ്വാല് കടിച്ചാണോ എന്ന് അറിയാൻ പാടില്ല. വീഡിയോ എടുക്കുക, പോസാക്കണമെങ്കിൽ ഓണാട്ടോ. മീനിലിട്ട് കഴിക്കാൻ സൂപ്പറാന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ചെമ്മീന്, പിന്നെ ചിലർ ചാളയിലൊക്കെ ഇട്ട് വെക്കണം. ആ ഇലയിൽ എടുത്ത് വിലപിടിപ്പുള്ള സാധനങ്ങളാ ഈ കളയാന്ന് പറഞ്ഞ. അയ്യോ, നമ്മുടെ വീട്ടിലില്ലാത്താണെങ്കിലും അങ്ങനെ എടുക്കുക. പണ്ടത്തെ പാത്രം അല്ലേ, മതി. തൽക്കാലം ഇത് മതി. ഇനി അവിടെ നിൽക്കട്ടെ, നാളെ നമുക്ക് തന്നെ പറിക്കാം എന്തെങ്കിലും ആവട്ടെ. നമുക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ പുളി എടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഈ ഭാഗം ചെത്തിക്കളയാം. എന്നിട്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞേക്കാം. നമ്മൾ മീൻകറിയിലൊക്കെ ഇടുമ്പോൾ മറ്റേ ടൈപ്പാണ്, നീളത്തിൽ തന്നെയാണ്. ഈ കറിക്ക് നമ്മളിങ്ങനെയാണ് അരിയുന്നത് കേട്ടോ. മറ്റേ നീളത്തിൽ അരിഞ്ഞെന്ന് കുറച്ച് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ടല്ലോ, നമ്മൾ കണ്ട് പഠിച്ചേക്കണേ അമ്മമാർ ചെയ്യുന്നത്. ഈ പുളി കൂടുതൽ എടുക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കഷ്ണമാവും, കാരണം ഇതിന് വലിയ പുളിയില്ല. ഇനി അഥവാ നിങ്ങൾക്ക് പുളി കൂടുകയെന്ന് തോന്നിയാൽ ഇതൊന്ന് ആദ്യം വെള്ളം ഊറ്റി കളഞ്ഞാൽ അധികം പുളി കാണത്തില്ല. കേടുള്ളതൊന്നും എടുക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, വവ്വാലൊക്കെ ഇപ്പം ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പുളിയൊക്കെ നമുക്ക് എടുക്കാതിരിക്കുക. മാക്സിമം കൊത്തു കൊണ്ടതോ എന്തെങ്കിലും കടിച്ചിട്ടുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ കളഞ്ഞേക്കാം. ഇത് നല്ല രസമാണ് കേട്ടോ കറി. നമ്മൾ എന്തൊക്കെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് തന്നെ എന്തോരം കഴിക്കാനുണ്ട്. എന്നിട്ട് പിന്നെ ഈ പച്ചക്കറി വിഷം അടിച്ചത് മേടിക്കണമെന്ന് വെച്ചാൽ എന്താ പറയുക. അപ്പോൾ ചോദിക്കും കുട്ടികൾ കഴിക്കും. കുട്ടികൾ കഴിക്കും, നമ്മളത് സ്ഥിരം വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ അത് അവർക്ക് ശീലമായിക്കോളും. അപ്പോൾ നമ്മളിതാ പുളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പുളി ഈ പുളിയെടുത്ത് നമ്മുടെ കൽച്ചട്ടിയിലേക്ക് ഈ കഷ്ണങ്ങൾ കഴുകി വാരിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് ഒടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കഴുകി വെച്ചിട്ടുള്ളതാണ്, അതും കൂടെ ചേർക്കാം. നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഇതിലേക്ക്
കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം, അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുളിക്ക് ഭയങ്കര വേവൊന്നുമില്ല, അറിയാലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നാലൊന്ന് ഇവിടെ വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. തേങ്ങയിൽ വേറെ ഒന്നും ചേർക്കണ്ട. തേങ്ങ തിരുവി അരച്ചെടുത്തോളാം. ചാറ് എത്രത്തോളം വേണോ അത്രത്തോളം തേങ്ങ ചേർക്കാം. കാരണം ഇതിന് പുളി ഉണ്ടല്ലോ. നമുക്ക് പുളി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഇനി വെച്ചാൽ പുളി നന്നായിട്ട് ഉടഞ്ഞിട്ട് ഭയങ്കര പുളിയായി പോകും. നമുക്കിനി നമ്മൾ അടച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർക്കാം. ഞാൻ തന്നെ ഇതിന് മുൻപ് ഇരുമ്പുളി വെച്ചിട്ട് റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒഴിക്കാൻ പാകത്തിനാണ് വെച്ചിട്ടുള്ളത്. ഇച്ചിരി ലൂസാക്കി തന്നെ എടുക്കണം കേട്ടോ. ഈ ഒരു പാകത്തിനാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ആവശ്യത്തിന് ഉപ്പ്, പുളി എല്ലാം ഉണ്ട്. ഇതൊരു സൂപ്പർ കറിയാണ്. ഇനി ഇതിൻ്റെ ഒരു തളാന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പതഞ്ഞൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഒരുപാട് ഇട്ടിങ്ങനെ വെട്ടി തിളക്കണ്ട. അതായത് ആ തേങ്ങയുടെ പച്ച ടേസ്റ്റ് നിൽക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അതൊക്കെ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഓഫ് ചെയ്യാം നമുക്ക്. നമ്മൾ ഈ കറികളൊന്നും ഒരുപാട് സമയം വെച്ചേക്കുന്ന ഒരു കാര്യങ്ങളൊന്നുമല്ല. ഉച്ചത്തെ ഊണിനെടുത്താൽ അതപ്പം തന്നെ തീരും പണ്ടൊക്കെ. ഇപ്പം നമുക്ക് ബാലൻസ് വരും. അപ്പോൾ അതൊന്ന് പതവരട്ടെ. അപ്പോൾ അത് ആ സൈഡ് വഴി പതഞ്ഞ് വന്നിട്ടുണ്ട്. മതി, നമുക്ക് ഇനി ഇറക്കി വയ്ക്കാം. വറുത്തിടാനുള്ള ഇത് വയ്ക്കാം. ഇതിപ്പോൾ ഇറക്കി വെച്ച് കഴിഞ്ഞാലും കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തിളയ്ക്കും. ആ കറിയുടെ ആവിയാണോ ക്യാമറയിലേക്ക് അടിക്കുന്നത്. സാധാരണ പോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ, അതിലേക്ക് നമ്മുടെ കടുക്, ഇതേ കറി തന്നെ നമുക്ക് ചെമ്മീനും ഇട്ട് വയ്ക്കാം കേട്ടോ. ചെമ്മീന് വറുത്തിട്ട് പൊടിച്ചിടുക കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഉണക്കമുളക് നാടൻ കറികൾക്കെല്ലാം വേണം. നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കടുക് ഫുള്ള് പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കണം. ഇപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സവാള ഒന്ന് പതുക്കി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഉള്ളി നന്നായിട്ട് മൂത്ത് വരണം. ഉള്ളിയുടെ ടേസ്റ്റാണ് കറക്കി വരേണ്ടത്. ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം ഇല്ലാത്തതൊക്കെ എങ്ങനെ ഉണ്ടാക്കുക അല്ലേ? വെള്ളം വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഉള്ളി നല്ല ബ്രൗൺ നിറമാവണവരെ ഇളങ്ങട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ നാടൻ കറിവേപ്പില അങ്ങോട്ട് ഇടാം. തിരുമ്മി അങ്ങോട്ട് ചേർക്കാം കേട്ടോ. തിരുമ്മി ഇടുമ്പോൾ നല്ല അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഒരു കളറിനും പിന്നെ തന്നെയല്ല ഒരു പ്രത്യേക സ്വാദം കിട്ടും. അത് കരിഞ്ഞ് വാതെടുക്കണം. അപ്പോൾ നമ്മൾ വറുത്തിട്ട് ഇതാ കറിയിൽ ചേർത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇരുമ്പുള്ളി വെറുതെ കളയരുത്. ഇതുള്ളവർ ഒരു ദിവസമൊക്കെ 1-2 ദിവസം ആഴ്ചയിൽ ഇതുപോലെ കറി വെച്ച് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നാടൻ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, കമൻസ് അറിയിക്കണേ.